നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം മേജർ രവി. അങ്ങനെ ഒറ്റപ്പാലത്തിന്റെ സ്ഥാനാർത്ഥിയായി, എൻഡിഎയുടെ സ്ഥാനാർത്ഥിയായി താമര അടയാളത്തിൽ വോട്ട് ചോദിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. നോമിനേഷൻ അതുപോലെ തന്നെ എല്ലാ ഒഫീഷ്യൽ പ്രക്രിയകളും തീർന്ന് ഇന്ന് നിങ്ങളിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനി ഒന്നേ അഭ്യർത്ഥിക്കാനുള്ളൂ, നമുക്കധികം സമയമില്ല. കുറെ കാലം സഹിച്ചെല്ലാം മാറി നമുക്ക് മാറ്റി ചിന്തിക്കാനുള്ള സമയമായിരിക്കുന്നു. പുരോഗതിയിലോട്ട് മാത്രം നമുക്ക് നമ്മളുടെ കുട്ടികളെ ആ വഴിയിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ, സുരക്ഷിതമായ ഒരു ഭാവി ഉണ്ടാവണമെങ്കിൽ നമ്മൾ മാറി ചിന്തിക്കണം. ആ പഴഞ്ചൻ ചിന്തകളിൽ നിന്ന് മാറി പുരോഗതിയിലോട്ട്, അത് മോദിജിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ഒറ്റപ്പാലം വേറൊരു കോൺസ്റ്റന്റ്, ഈ ഒറ്റപ്പാലത്തിന്റെ അസംബ്ലി എന്ന് പറയുന്നത് അതൊരു വേറൊരു സ്ഥലമായി മാറ്റാൻ എന്നെക്കൊണ്ട് സാധിക്കും. കാരണം സെൻട്രലിന്റെ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തും വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാവരോടും ഒരേ ഒരു അഭ്യർത്ഥന, ഒന്ന് മാറ്റി ചിന്തിക്കൂ. മേജർ രവി എന്ന ഈ പട്ടാളക്കാരനിൽ നിങ്ങൾക്ക് വിശ്വാസമർപ്പിക്കാം. ഐ വിൽ ഡു എനിത്തിങ് ഫോർ യു, എവറിത്തിങ് ഫോർ യു. ഐ വിൽ ബി ദർ വിത്ത് യു. നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, ഹൃദയത്തോട് ചേർത്തുകൊണ്ട്. വോട്ട് ഫോർ മീ. താമര അടയാളത്തിൽ ആ 9-ാം തീയതി, ഏപ്രിൽ 9-ാം തീയതി നിങ്ങൾ ബൂത്തിൽ എല്ലാവരും വന്നിരിക്കണം. ഒരിക്കലും ചിന്തിക്കരുത്, ഇന്ന് ഞാൻ പോകുന്നില്ല, വെയിലാണ്, മഴയാണ്. എന്തു തന്നെയാലും ശരി, ബൂത്തിൽ വരൂ. നിങ്ങളായിരിക്കണം ഈ രാജ്യം ഭരിക്കേണ്ടത്. അതിന് നിങ്ങളുടെ വോട്ടായിരിക്കും എന്നെ അതിന് അധികാരപ്പെടുത്തി അങ്ങോട്ട് വിടുന്നത്. അതുകൊണ്ട് പ്ലീസ് കം ടു ദ ബൂത്ത് ആൻഡ് വോട്ട് ഫോർ മീ. താമര അടയാളത്തിൽ എൻഡിഎക്ക് വേണ്ടി മേജർ രവി. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.